സാർ, ഈ മോദി സർക്കാരിൻ്റെ മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാം ബജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ പാർലമെൻറ്റിൽ. ഉയരുന്ന ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു വിവാദം ബീഹാർ സർക്കാരിന് വാരിക്കോരി കൊടുത്തിരിക്കുന്നു, ബീഹാർ സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അത് പ്രതിപക്ഷം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ബീഹാറിനും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും നിതീഷ് കുമാറിനും അതുപോലെ ചന്ദ്രബാബു നായിഡുവിനെയും വേണ്ട തരത്തിൽ കൊടുത്ത് ഒന്നുകൂടെ ചേർത്ത് നിർത്തുന്ന ഒരു രീതി തന്നെ ആയിരിക്കും BJP സർക്കാരിൽ നിന്നുണ്ടാകുന്നതെന്ന് എവർക്കും അറിയാം. പക്ഷേ അത് അർഹിക്കുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നതെന്നുള്ളതാണ്. ബീഹാറിന് ചിലയിടങ്ങളിലൊക്കെ പ്രത്യേക പരിഗണന തന്നെ കൊടുത്തു. പട്ന വിമാനത്താവളം അതിന് വിപുലീകരണത്തിനായിട്ട് വികസിപ്പിക്കും, അതുപോലെ അവിടെ ഒരു ഫുഡ് ഹബ്ബായി മാറ്റും എന്ന് പറയുന്നുണ്ട്. എന്താ ബീഹാറിലൊരു ഭക്ഷ്യ ഹബ്ബാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് 3 വർഷത്തിനുള്ളിൽ 6000 കോടികളുടെ ഒരു നേട്ടമുണ്ടാക്കാൻ പോവുകയാണ്. 6000 കോടി രൂപയുടെ അതെ, 6000 കോടിയുടെ നേട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് മഖാന ബോർഡ് അവിടെ രൂപീകരിക്കുന്നു. എന്താ സാറേ അത് ചോദിച്ചപ്പോഴാണ് ഇന്ന് കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുന്നത് മഖാന എന്നുള്ള വാക്കാണ്. അത് അങ്ങനെ ആ തരത്തിൽ പാർലമെൻറ്റിലുള്ളവർക്കെല്ലാം നിർമ്മല സീതാരാമൻ ഒരു പ്രോട്ടീൻ നൽകിയിരിക്കുകയാണ്. അതായത് ആഹാരികളുടെ പ്രോട്ടീനാണ് ഈ മഖാന എന്ന് പറയുന്നത്. എന്ന പേരിൽ അറിയപ്പെടുന്ന താമര വിത്ത്. അത് ഈ വെളുത്ത ഒരു സ്പോഞ്ച് പോലുള്ളതാണ്. ചൈനയിലൊക്കെ നൂറ്റാണ്ടുകളായിട്ട് അവരിത് വെച്ച് പിടിപ്പിക്കുകയും അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യും. അത് വെറുതെ കഴിക്കാവുന്നതുമാണ്. ലോകത്ത് 90% ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിൽ നിന്നാണ്. അതായത് ബീഹാറിലെ മിഥിലാഞ്ചലിലെ മധുബനിയിലാണ് ഈ കൃഷി തുടങ്ങിയിരിക്കുന്നത്. അത് ഈ ഫിറ്റ്നസ് പ്രേമികളുണ്ടല്ലോ, അവരുടെയൊക്കെ അടുക്കളകളിൽ സ്ഥിരം വിഭവം കൂടിയാണ്. ഇത്തവണത്തെ ഈ ബജറ്റിൽ ബീഹാറിന് വാരിക്കോരി കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബീഹാർ നമുക്ക് രാജ്യത്തിന് വാരിക്കോരി തരാൻ പോവുകയാണ്, തിരിച്ചു തരും. 1ന് 10 തിരിച്ചു തരാൻ പോവുകയാണ് അവിടുത്തെ ഈ മഖാന കൃഷിയിലൂടെ. ഇത് ഈ പാകിസ്ഥാൻ, ചൈന, മലേഷ്യ, ബംഗ്ലാദേശ്, കാനഡ എന്നീ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ ലോകത്തെ 90% ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിലാണ്. ഇതിന് നട്ട്സാണ്, താമരവിത്ത് എന്നീ പല പേരുകളിലും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. പരമ്പരാഗത രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അതിന് പ്രത്യേക പാക്കേജ് ഏർപ്പെടുത്തിയിരിക്കുന്നു പറയുമ്പോൾ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പരമ്പരാഗത ഇന്ത്യൻ ലഘുഭക്ഷണമാണ് എന്നുകൂടി ഓർത്തിരിക്കണം. ഒരു ലഘുഭക്ഷണം. ഫോക്സ് നട്ട്സ്, ഗാർഗോൺ നട്ട്സ്, ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വലിയ തടിയുള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഒരു ദോഷവും ഇല്ല. കലോറി കുറവാണ്, പ്രോട്ടീൻ ധാരാളമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പാർലമെൻറ്റിൽ നിർമ്മല സീതാരാമൻ എല്ലാവർക്കും പ്രോട്ടീൻ കൊടുത്തു. ബീഹാറിനെ കുറ്റം പറയുമ്പോൾ അല്ലെ മോദി സർക്കാരിനെ കുറ്റം പറയുന്നവർ ഓർക്കണം, ഇനിയും ബീഹാറിൽ നിന്ന് രാജ്യത്തിന് കിട്ടാൻ പോകുന്നത് കോടികളാണ്. ഇതിപ്പോൾ വളരെ വലിയ ലോകതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ ലഘുഭക്ഷണത്തിൽ. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതിലെ ഫൈബർ വിശപ്പ് നിയന്ത്രിക്കും. അപ്പം ലഘുഭക്ഷണമാണ്. അത്തരത്തിൽ മൊത്തത്തിലുള്ള കലോറിയുടെ ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കും എന്നുള്ളതാണ്. നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഈ കലോറി പ്രശ്നമാണല്ലോ. അതുകൊണ്ടൊക്കെ അല്ലേ ഈ ചോറ് കുറയ്ക്കണം, ഡയബറ്റീസ് ഉള്ളവർ ചോറ് കുറയ്ക്കണം അല്ലേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്.
എന്നും പറയുന്നുണ്ട്. അതുപോലെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭക്ഷണം കൂടിയാണ് ഇത്. പിന്നെ ഈ ബ്രോക്കറേജ് സ്ഥാപനമായ സൊറോദയുടെ സഹസ്ഥാപകനും സംരംഭകനുമായ നിഖിൽ കാമത്ത് കഴിഞ്ഞ ഇടയ്ക്ക് ഈ മഖാനയെ പറ്റി എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഗോള കയറ്റുമതിയായി മഖാന മാറുമെന്നായിരുന്നു പ്രവചനം. അദ്ദേഹം എക്സിൽ കുറിച്ചതാണ്. ഒരു വലിയ സംരംഭകനാണ്. അപ്പോൾ ആ സംരംഭകന്റെ ഈ വാക്കുകൾ ഇനിയിപ്പോൾ ലോകം മുഴുവൻ കേൾക്കും. നിർമ്മലാ സീതാരാമന്റെ ഈ ബജറ്റിലൂടെ ഇത് വന്നു കഴിയുമ്പോൾ ഒന്നുകൂടി അതിന് പ്രാധാന്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ബീഹാറിലൊരു മഖാന ബോർഡ് രൂപീകൃതമായത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഒരു സമീകൃത ഭക്ഷണമാണ്. അപ്പോൾ അതിന്റെ കയറ്റുമതി വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് ബീഹാറിൽ നിന്ന് നടക്കും എന്നാകും. ഈ 6000 കോടി എന്ന് പറയുന്നത് ഇതങ്ങ് മാറും. ഓരോ വർഷം കഴിയുന്തോറും ഇതിന് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. 3 വർഷമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വലിയ ബ്രാൻഡിനെ വളർത്തിയെടുക്കാനുള്ള അവസരം ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വേറൊരു നേട്ടം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ചേർത്ത് നിർത്തിയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് കുപ്പയിലെ മാണിക്യം കുപ്പയിൽ കിടന്ന് ആരറിയാനല്ലേ, ആരും ശ്രദ്ധിക്കത്തില്ല. ആ കുപ്പയിലെ മാണിക്യത്തെ കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ്. ഈ ഒരു കൃഷി ഇനി ഇതിലൂടെ ബീഹാർ ഉയരാൻ പോകുന്നത് നോക്കിക്കോണം. ആ കൃഷി ചെയ്യുന്നവർക്ക് അവർ തന്നെ ഏറ്റവും ലക്ഷക്കണക്കിന് രൂപ ഇതിലൂടെ അവർ നേടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വിലയങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ കലോറി അധികമില്ല, പ്രമേഹ രോഗികൾക്കും കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഇതന്വേഷിച്ച ആൾക്കാർ ഇനിയും നെട്ടോട്ടമാകും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വലിയ കച്ചവടം നടക്കും. മലയാളികൾ ഇങ്ങനെയുള്ള ഭക്ഷണം ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് തേടി എത്തുന്നവരാണ്. അപ്പം ലോക വിപണിയിൽ മഖാനയുടെ സാധ്യതകൾ വിവരിക്കുന്ന ഒക്കെ ചിത്രങ്ങളും ഇദ്ദേഹം എക്സിൽ പങ്കുവച്ചു എന്നുള്ളതാണ്. 3 വർഷത്തിനുള്ളിൽ അടുത്ത 6000 കോടി മഖാനയിലൂടെ നേടാമെന്ന് ഓരോ വർഷവും കയറ്റുമതിയിൽ 25% വർധനവുണ്ടാകുമെന്നുമാണ് ഈ സംരംഭകൻ എക്സിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കണേ, ഇത് ചൈന, കൊറിയ, തായ്ലൻഡ്, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മഖാനയ്ക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണെന്നും ആ സംരംഭകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ഇതിന് ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഈ ബജറ്റിലൂടെ ഇപ്പോൾ രാജ്യത്തുള്ളവരൊക്കെ അറിഞ്ഞ് ഇതെന്താണ് എന്ന്, ഇതെത്ര മനുഷ്യന് ഗുണം ചെയ്യും എന്നുള്ളതും അറിഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരീരത്തിലെ ഈ വീക്കം കുറയ്ക്കുക, പ്രമേഹ രോഗികൾക്ക് കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ മാർക്കറ്റിംഗ് ആണ്. അതാണ് ആ മാർക്കറ്റിംഗ് സാധ്യത ഇനി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മഖാന ബോർഡ് രൂപീകരിച്ചത്. അപ്പോൾ ഒരു ബോർഡ് ഇതിന് ആവശ്യമാണ്. കാരണം ഇത്രയും കോടി വരുമാനത്തിലേക്ക് മാറുകയാണ്, ലോകം അംഗീകരിക്കുകയാണ്. ഒരു ലോകത്തെ ഏറ്റവും വലിയൊരു സംരംഭകൻ ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു. അപ്പോൾ ബീഹാറിന് ഇത് കൊടുത്തതിൽ എന്താണ് തെറ്റ്? ബീഹാറിന് ഇങ്ങോട്ട് നമുക്ക് തിരിച്ചു തരും, രാജ്യത്തിരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. 1ന് 10 എനിക്ക് പകരം തരും എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. എന്തായാലും വളരെ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഗൂഗിൾ സെർച്ചിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞിരിക്കുന്ന പദം മഖാനയാണെന്ന്. നമുക്ക് മഖാനയുടെ അനന്ത സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടറിയാം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നയം സ്വീകരിച്ചത് എന്തായാലും അഭിനന്ദനാർഹമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.